ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഗൈഡൻസ് മെസ്സേജ് ആണ്. ഓക്കെ, നമ്മളിന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് നോക്കാം. നമുക്ക് ഒരു എന്താ പറയുക, യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ എന്ന രീതിക്ക് എടുക്കാം നമുക്ക്. ഓക്കെ, അടുത്ത കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള നിങ്ങളുടെ ലൈഫിൽ വരുന്ന ബ്ലെസ്സിങ്സ് എന്താണ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുഗ്രഹിച്ച് തരുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാ വരുന്നത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. Strength and resilience, very nice. Okay, and cleansing body and spirit, listening to wisdom, inspiration and courage. Okay, water magic and connect with Gaia, with affirmation for healing the heart. ഓക്കെ, ഫോളോ യുവർ ഡ്രീംസ് എന്നിവിടെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിനെ ഫോളോ ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് ട്രൈ ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ മടി തോന്നും, നമുക്കത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ മറ്റുള്ളവർ തടസ്സം നിൽക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ തന്നെ പേടികൾ, ഫിയേഴ്സ് ചിലപ്പോൾ നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതാവാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ഫോളോ യുവർ ഡ്രീംസ്. നിങ്ങൾക്ക് ആഗ്രഹം എന്താണോ അതിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊടുക്കുക, അത് നിങ്ങൾ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ്. കുറച്ച് പേർക്ക് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിപ്പോൾ ജോലിയോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ സൈഡിൽ ഇത് ചെയ്യാനെങ്കിലും ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും അതിന് ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതിനെക്കൊണ്ട് എവിടെയോ അത് നിങ്ങൾക്കൊരു സന്തോഷം തരുമെന്ന രീതിക്കായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതെന്തെങ്കിലും ഗ്രോത്ത് കൊണ്ടുവരാനുള്ള സാധ്യതയുമാണ്. സോ ഇവിടെ സ്ട്രെങ്ത് ആൻഡ് റെസിലിയൻസ് പറയുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര തവണ നമ്മൾ എത്ര തവണ നമ്മൾ വീണാലും നമുക്ക് വീണ്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള ഒരു ലൈറ്റ് കുറച്ച് കുറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ എത്ര തവണ എന്തെങ്കിലും പറ്റിയാലും, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതെയൊക്കെ പോയാലും, നമ്മൾ വീണാലും എന്ന് പറയില്ലേ, വീണ്ടും വീണ്ടും എഴുന്നേൽക്കാനുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത്. ഓക്കെ, ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത്. ഓക്കെ, എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ, നിങ്ങൾക്ക് വീണ്ടും ശ്രമിക്കാനുള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ യൂണിവേഴ്സ് തരുന്നുണ്ട് നിങ്ങൾക്ക്. അത് യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ പലരും നമുക്ക് പിന്നെ മുന്നോട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ തന്നെ ശ്രമിക്കില്ല. ബട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് ആ സ്ട്രെങ്ത് തരുന്നുണ്ട്, വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള, നിങ്ങളെ പിടിച്ച് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ കൂടെ ഉണ്ട് യൂണിവേഴ്സ് എന്ന രീതിക്കാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ്. ആൻഡ് അത് യൂണിവേഴ്സ് തരുന്ന ഒരു ബ്ലെസ്സിങ് തന്നെയാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്ന ക്ലെൻസിങ് ബോഡി ആൻഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്, നിങ്ങളോട് ചെയ്യാൻ ഒരു കാര്യം പറയുന്നുണ്ട് യൂണിവേഴ്സ്. അതായത് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡ് ക്ലെൻസിങ് ചെയ്യുക. അതായത് ഇപ്പോൾ അഗൈൻ ഉപ്പിട്ട് വെള്ളത്തിൽ കുളിക്കുന്ന കാര്യമായിരിക്കാം. ഓക്കെ, കുറച്ച് റിലാക്സ് ചെയ്യുന്ന കാര്യമായിരിക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ ഒന്ന് കെയർ ചെയ്യൂ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എല്ലാം ഒന്ന് നിങ്ങൾ കെയർ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. കുറച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്ന രീതിക്കായിരിക്കാം. എവിടെയോ നിങ്ങളോട് പറയുന്നത്, മനസ്സ് നിങ്ങൾ ഒരുപാട് ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സോ റിലാക്സ് ചെയ്യൂ എന്ന രീതിക്കാണ് പറയുന്നത്. ആൻഡ് എന്തെങ്കിലും നെഗറ്റീവായിട്ടൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിലുള്ള നമ്മൾ പറയാറില്ലേ, ഞാനെപ്പോഴും അതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ മൈൻഡ് ഒരുപാട് ഡൗട്ടോ കാര്യങ്ങളോ പേടികളോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിലൊക്കെ കുളിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കെയർ ചെയ്യാൻ സമയമെടുക്കുക, റെസ്റ്റ് ചെയ്യാൻ സമയമെടുക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഫുഡ് കഴിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളോട് അത് ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് സ്ട്രെങ്ത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി മൈൻഡിനെ രണ്ടും, നമ്മുടെ ശരീരമായാലും ശരി മനസ്സായാലും ശരി, രണ്ടും നിങ്ങൾ എപ്പോഴും കെയർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഇവിടെ ലിസ്ണിംഗ് ടു വിസ്ഡം എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങൾക്ക് ചില നോളജ് വരും, എവിടെന്നെങ്കിലും ചില അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്ന രീതിക്കാണ് പറയുന്നത്. യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക്, ചില മെസ്സേജസ് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ള സാധ്യതയാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയാണ്. ഓക്കെ, എവിടുന്നോ ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ആൻഡ് അതിൽ
നിങ്ങൾക്ക് ആവശ്യമായ ചില കാര്യങ്ങളുണ്ടാവും. അത് വിസ്ഡം ആണ് വരുന്നത്, അതായത് കാക്കയാണ് കൊണ്ടുവരുന്നത്. കാക്ക നമ്മൾ പറയാറുണ്ട് വിസ്ഡം ഉണ്ട് എന്നല്ലേ, എന്താണ് അറിവ് ഉണ്ട് കാക്കയ്ക്ക് എന്ന് പറയും. സോ കാക്ക കൊണ്ടുവരുന്ന അറിവ് എന്ന രീതിക്കാണ്, അതായത് നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻ വരും അല്ലെങ്കിൽ മെസ്സേജ് വരും, ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങളിൽ എത്തിക്കുന്നതാണ് ചില മെസ്സേജസ്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും, ആ മെസ്സേജ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും, ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ലിസ്ണിംഗ് ടു വിസ്ഡം, അത് നിങ്ങളോട് കേൾക്കാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഇനി വരുന്ന കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചില മെസ്സേജസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എവിടെയെങ്കിലും പെട്ടെന്ന് കേൾക്കാനിടയായാൽ, ഓക്കെ, വേറെ ആരെങ്കിലും പറയുന്ന ഗോസിപ്പായിരിക്കും ചിലപ്പോൾ, ആ ഗോസിപ്പ് പോലും ചിലപ്പോൾ അവിടെ എന്തെങ്കിലും നിങ്ങൾക്കുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ടാവും. സോ അത് എല്ലാം നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഇനി കുറച്ച് ദിവസത്തിൽ നിങ്ങൾക്ക് വരുന്ന ചില കാര്യങ്ങൾ, അതിനൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധ വയ്ക്കാം. ഓക്കെ, കാരണം അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ ഇൻസ്പിറേഷൻ ആൻഡ് കറേജ്, യെസ്, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആൻഡ് കറേജ് യൂണിവേഴ്സ് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ധൈര്യം തോന്നും, ദാറ്റ് ഓക്കെ ഞാനിത് ഇന്ന കാര്യം എനിക്ക് ചെയ്യണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലൊരു ധൈര്യം വരും. അതൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ് ആണ്. അഗെയിൻ, നിങ്ങൾക്ക് മനസ്സിൽ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വഴികൾ കിട്ടാതെ നിങ്ങൾ നിന്നിരുന്നെങ്കിൽ അതിന് നിങ്ങൾക്ക് ഐഡിയാസ് വരാൻ തുടങ്ങും. ഓക്കെ, ഇന്ന രീതിയിൽ നമുക്ക് ട്രൈ ചെയ്യാം എന്ന രീതിക്കൊക്കെ ഐഡിയാസ് വരുന്നതൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. വാട്ടർ മാജിക് ഉണ്ട് ഇവിടെ. സോ അഗൈൻ വാട്ടർ 1-2 തവണ എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാട്ടർ തെറപ്പി വളരെ നല്ലതായിരിക്കും. വെള്ളത്തിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, വെള്ളത്തിൽ ഒരുപാട് മാജിക് ഉണ്ട് എന്നാണ് പറയാം. സോ കുളിക്കുന്ന കാര്യം മെയിനായിട്ട് ഇവിടെ കാണുന്നുണ്ട്. 2 എനർജിയും എനിക്ക് അങ്ങനെ തോന്നുന്നു. വെള്ളത്തിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് ഇവിടെ. വാട്ടർ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൻ്റെ അടുത്ത് നിങ്ങൾ പോയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. എവിടെയെങ്കിലും പുഴ, ലേക്ക്, കുളം എന്തെങ്കിലും ആയാലും ശരി, ഓക്കെ, അതിൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, അത് തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ വെള്ളം യൂസ് ചെയ്ത് മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അഗെയിൻ, വെള്ളത്തിന് മെമ്മറി ഉണ്ട് എന്നാണ് പറയുക. സോ വാട്ടർ മാനിഫെസ്റ്റേഷൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. എവിടെയോ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അടുത്തുള്ളത് വളരെ ബെനിഫിഷ്യലായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ എർത്തും ഉണ്ട്. കണക്ട് വിത്ത് ഗായ എന്നാണ് പറയുന്നത്. ഗായ ഓൾസോ എർത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും, വെള്ളം ആൻഡ് എർത്ത് രണ്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായ ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ പറ്റിയാൽ ഇങ്ങനെ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മരങ്ങളുടെ അടുത്ത്, വെള്ളത്തിൻ്റെ അടുത്ത് ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈവൻ വീട്ടിലായാലും ഇപ്പോൾ നിങ്ങൾ ചെടികളുടെ ഇടയിൽ കൂടുതൽ ചെടികളെ കെയർ ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ചെരുപ്പിടാതെയൊക്കെ ഒന്ന് നടക്കാൻ ശ്രമിക്കുക. പറ്റുന്നവർ നല്ലതാണ്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങളോട് പറയുന്ന മെയിനായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം എടുക്കുക. നിങ്ങൾ കുറച്ച് നേച്ചറുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. വെള്ളത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചെടികളുടെ അടുത്തോ ഇപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈവൻ ഗാർഡനിങ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ എർത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. സോ അതൊക്കെ നല്ലതാണ് നിങ്ങൾക്ക്. ഓക്കെ, സോ അതൊക്കെ യൂണിവേഴ്സ് നിങ്ങളോട് തരുന്ന ബ്ലെസ്സിങ് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ തന്നെ തയ്യാറാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുക, എനർജി ആയിട്ട് ഫീൽ ചെയ്യുക. ഓക്കെ, നേച്ചറിലൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താവും, നിങ്ങൾ വളരെ റിലാക്സ് ആവും അല്ലേ, റിലാക്സ് ചെയ്യും, നമ്മൾ ഒരുപാട് എനർജി തോന്നും നമുക്ക്. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യണമെങ്കിൽ അതിന് ശക്തി വേണം അല്ലേ, അതിനുള്ള ശക്തി, സ്ട്രെങ്ത്, അതിപ്പോൾ മാനസികമായിട്ടും വേണം, ശാരീരികമായിട്ടും വേണം. സോ അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. യൂണിവേഴ്സ് തരുന്നത് എന്താണ് പറയുന്നത്, അഫർമേഷൻ ഫോർ ഹീലിംഗ് ദ ഹാർട്ട്. യെസ്, ഇവിടെ നിങ്ങളോട് പറയുന്ന അഫർമേഷൻസ് ചെയ്യാൻ പറയുന്നുണ്ട്. ഹീലിംഗ് ദ ഹാർട്ട്, അതായത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ ഐ ആം സേഫ് എന്ന് പറയാം. ഐ ആം സേഫ്, ഐ ആം ലൗഡ്, ഐ ആം പ്രൊട്ടക്റ്റഡ് എന്ന രീതിക്കൊക്കെ പറയാം. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും. സോ യെസ്, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ആൻഡ് ഇവിടെ മെയിൻലി എനിക്ക് കാണുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെ നടക്കാതെ പോയിട്ട് കാര്യങ്ങൾ, എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് ചെയ്യാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് കൊണ്ടുവരും. ആൻഡ് അതിന് വേണ്ട ചില ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് സ്ട്രെങ്ത് തന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു എനർജിയാണ് വരുന്നത്. വെരി നൈസ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് കുറച്ച് മെസ്സേജസ് കൂടി. എക്സ്പെക്റ്റേഷൻസ്, ആസ്ക്, ഇമോഷൻസ്, വെയിറ്റ്, ഓക്കെ, ട്രസ്റ്റ്. ഓക്കെ, ബ്രീത്ത് എന്ന് പറയുന്നുണ്ട് ഇവിടെ. മോട്ടിവേഷൻ, ബ്രീത്ത്. ഓക്കെ, സോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, അഗൈൻ നിങ്ങളോട് പറയുന്നത് എക്സ്പെക്റ്റേഷൻസ് വിട്ട് കളയാം. ഓക്കെ, മറ്റുള്ളവരിൽ നിന്ന് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരും, നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കും. ഇതൊക്കെ ആ എക്സ്പെക്റ്റേഷൻസ് പറയും നമ്മൾ, പ്രതീക്ഷകൾ. ഓക്കെ, മറ്റുള്ളവരിൽ നിന്നുള്ള പ്രതീക്ഷകൾ അത് വിട്ട് കളയാം. ഓക്കെ, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വയ്ക്കുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കൂടെ ഉണ്ട് യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നത് യൂണിവേഴ്സാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വേറെ
ആരിൽ നിന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. അവനവനിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ടേഷൻ വെക്കുക, ബട്ട് വേറെ ആരിൽ നിന്നും ചെയ്യാതിരിക്കുക. അതാണ് സെൽഫ് ലവിൻ്റെ കാര്യം. അഗൈൻ ഓക്കെ, ഇവിടെ ഞാൻ ക്ലാസ്സിൽ നിന്ന് കുറേ അതിനെപ്പറ്റി ലെക്ചർ പറഞ്ഞേ ഉള്ളൂ. ഇനി ഇവിടെ ആദ്യം എനിക്ക് വയ്യ. ഓക്കെ, സോ എക്സ്പെക്ടേഷൻ വിട്ട് കളയാനാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷകൾ വെക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ അല്ലെങ്കിൽ ഓരോരുത്തരിൽ. സോ അതൊക്കെ നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് കൊണ്ടുവരും, നിങ്ങൾക്ക് വിഷമങ്ങൾ കൊണ്ടുവരും. അത് വിട്ട് കളയൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ആൻഡ് മാസ്ക് എന്ന് പറയുന്നുണ്ട്. സോ യെസ്, ഇവിടെ മാസ്ക് ആൻഡ് ഇമോഷൻസ് രണ്ടും ഉണ്ട്. സോ നിങ്ങളോട് ഐ തിങ്ക് നിങ്ങളുടെ കൂടെ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ലേശം നിങ്ങളൊന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടാവാം. ഒന്ന് സൂക്ഷിക്കാം. മേ ബി ഈ ഒരു എക്സ്പെക്ടേഷൻ്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ചിലപ്പോൾ മറ്റുള്ളവർ അതേപോലെ ആയിരിക്കണം എന്നില്ല. സോ ഒന്ന് സൂക്ഷിക്കാൻ പറയുന്ന ഒരു ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ബി കെയർഫുൾ എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഇമോഷൻസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഐ തിങ്ക് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. സോ യൂണിവേഴ്സ് പറയുന്നത് പ്ലീസ് നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യുക. ഓക്കെ, അവനവനെ സന്തോഷിപ്പിച്ച് വെക്കുക. ഓക്കെ, ഇമോഷൻസ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ എർത്തുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, വെള്ളത്തിൻ്റെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങളെ തന്നെ കെയർ ചെയ്യുക, സെൽഫ് ലവിലേക്ക് വരിക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഇവിടെ വെയിറ്റ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയുന്നത് പേഷ്യൻ്റ് ആയിട്ടിരിക്കൂ, ക്ഷമയോടെ ഇരിക്കൂ, കാര്യങ്ങളെല്ലാം ബെറ്ററായിട്ട് വരും. ട്രസ്റ്റ് ഇൻ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ചില കാര്യങ്ങൾ പക്ഷെ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്, മാറാനുണ്ട്. ഓക്കെ, അതിൻ്റേതായ ചില കാര്യങ്ങൾ നടക്കണം എന്നാണ്. സോ ഇവിടെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക, യൂണിവേഴ്സിൽ എക്സ്പെക്ടേഷൻ വെച്ചോളൂ നിങ്ങൾ. ഓക്കെ, അവനവനിൽ എക്സ്പെക്ടേഷൻ വെക്കൂ, ബട്ട് മറ്റുള്ളവരിൽ വെക്കാതിരിക്കുക. അതിന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, മേ ബി ആരെങ്കിലും ചതിക്കുന്ന രീതിയിലൊന്നും ആവണമെന്നില്ല, ബട്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എന്ന് മാത്രം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളെ തന്നെ നിങ്ങൾ കെയർ ചെയ്യാൻ തുടങ്ങുക. നിങ്ങളുടെ കാര്യത്തിലേക്ക് നിങ്ങളെ കൂടെ ശ്രദ്ധ കൊടുക്കൂ. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ളത് അതിലേക്കൊക്കെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കൂ. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ. ബാക്കിയെല്ലാം യൂണിവേഴ്സിൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമയോടെ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. യൂണിവേഴ്സ് പറയുന്നുണ്ട് ജസ്റ്റ് കീപ് ഫെയ്ത്ത്. ഓക്കെ, ട്രസ്റ്റ് വെക്കൂ. ഓക്കെ, ഈ വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാവില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശേഷം നിങ്ങൾക്ക് വളരെ നല്ലത് തന്നെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ കീപ് ഫെയ്ത്ത് ആൻഡ് കീപ് ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ മോട്ടിവേഷൻ ഉണ്ടായിരുന്നു ഇവിടെ, ബ്രീത്തും ഉണ്ടായിരുന്നു, മോട്ടിവേഷനും ഉണ്ട്. സോ യൂണിവേഴ്സ് അഗൈൻ ഇവിടെ സെയിം കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇൻസ്പിറേഷൻ, കറേജ്, മോട്ടിവേഷൻ ഒക്കെ തന്നെയാണ്. സോ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളോട് ശാന്തമായിട്ടിരുന്ന് ക്ഷമയോടെ ഇരുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഡോണ്ട് വറി. ഓക്കെ, എല്ലാം ശരിയാവും. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.